ഇന്ത്യയിൽ CPM-നുള്ള ഏക പച്ചത്തുരുത്തെന്ന് പറയുന്നത് കേരളമാണ്. ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഈ വേളയിൽ കേരളത്തിന് വേണ്ട തരത്തിലുള്ള പ്രാധാന്യം ഉണ്ടാകുമോ? കാരണം കേരളമായിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ കാൽച്ചുവട്ടിലാണ് കാര്യങ്ങളും നിൽക്കുന്നത്. എങ്ങനെയായിരിക്കും? അപ്പോൾ കേരളത്തിൽ ഇന്നലത്തെ മലയാള മനോരമ അങ്ങ് വായിച്ചിട്ടുണ്ടെങ്കിൽ മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. MA ബേബിയെ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ആക്കണം എന്നാണ് നമ്മുടെ മഹോത്സവം പറഞ്ഞിരിക്കുന്നത്. അതിന് 2-3 കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ അടുത്തിരിക്കുകയാണ്, അവിടെ MA ബേബിയുടെ. അപ്പോൾ ഒരു ജന്മദിന സമ്മാനമായി, ഈ ജന്മദിന സമ്മാനം നമ്മൾ കൊടുക്കുമല്ലോ, പിന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഡിന്നർ സെറ്റ് അത് ഇത് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഒരു ജന്മദിന സമ്മാനമായി അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനം കൊടുക്കണം എന്ന് പിണറായി വിജയനോട് മാമച്ചന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണെന്നാണ് ആ വാർത്തയുടെ ചുരുക്കം. അപ്പോൾ MA ബേബിയെ കുറേ കാലമായിട്ട് മനോരമയുടെ ഒരു സ്വപ്നമാണ്, മാമച്ചൻ്റെ ഒരു സ്വപ്നമാണ് ബേബിച്ചായന് ഈ പാർട്ടിയെ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് നയിക്കണമെന്ന്. പക്ഷേ പാർട്ടിക്കാരെന്തുകൊണ്ടും അതങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. എടുക്കുമില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ MA ബേബിയെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് വരാനുള്ള സാധ്യത കുറവാണെന്ന്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല കാരണങ്ങളാൽ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പം തൻ്റെ മുകളിൽ കേരളത്തിലുള്ള ഒരാളിനെ പിടിച്ചു വെച്ച് അഖിലേന്ത്യാ സെക്രട്ടറി ആക്കി അവരോധിക്കാൻ ഉള്ള മണ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല. അത് നടക്കുന്ന കാര്യമല്ല. 2, നമ്മളീ പുറമെ മനോരമയ്ക്ക് MA ബേബിയെക്കുറിച്ച് അഭിമാനം ഉണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് MA ബേബിയെക്കുറിച്ച് അത്ര വലിയ അംഗീകാരമുള്ള ഒരാളല്ല, അംഗീകാരമുള്ളൊരു നേതാവല്ലേ ബേബി, പല കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ന് മനോരമ പത്രത്തിന് ഒരു അജണ്ട വന്നു, പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് ബേബിയെ തിരഞ്ഞെടുക്കണം. പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടാണ്? കേരളത്തിലെ പാർട്ടി കേരളത്തിലെ പാർട്ടി ഇരുട്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കേരളം നമ്മളിപ്പോൾ ഒരു ചരിത്രം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ 2025 വളരെ ക്രൂഷ്യൽ ഒരു പീരീഡാണ്. എന്താ ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ 33 വർഷം ബംഗാൾ ഭരിച്ചിരുന്നത് ജ്യോതി ബസും പിന്നെ കുറച്ചു കാലം ബുദ്ധദേവ് ഭട്ടാചാര്യയുമായിരുന്നു. ആ ഗവൺമെൻറ് തകർന്നു വീഴുന്നത് 2011-ലാണ്. 2011 ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചിട്ട് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തി. ഇന്ന് ബംഗാൾ നിയമസഭയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി MLA ഇല്ല. ഒന്നാലോചിച്ച് നോക്കട്ടെ, എത്ര ദയനീയമായ പതനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബംഗാളിൽ പാർട്ടി ഓഫീസുകൾ പോലും ഇല്ല. ആ പാർട്ടി ഓഫീസുകളൊക്കെ ഈ തൃണമൂൽ കോൺഗ്രസിന് വാടക കൊടുത്തിരിക്കുക. അതിൻ്റെ കാര്യം വെച്ചാൽ അവിടെ ഈ പാർട്ടി ലോക്കൽ ഗുണ്ടകളെ ആശ്രയിച്ചാണ് നിന്നത്. കേരളം ആ സ്റ്റൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെങ്ങനെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലോക്കൽ ഗുണ്ടകളാണ് പാർട്ടിയെ നിലനിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വന്നപ്പോൾ എന്ത് പറ്റി? ലോക്കൽ ഗുണ്ട നേരെ അങ്ങ് തൃണമൂലായി. ഗുണ്ടയ്ക്ക് പ്രശ്നമുള്ള അടിയും പിടിയും കൊലപാതകവും നടത്തി കാശുണ്ടാക്കണം, അല്ല ഗുണ്ടയ്ക്ക് വേറെ അജണ്ടയൊന്നുമില്ല. പാർട്ടി ഏതായാലും കുഴപ്പമൊന്നുമില്ല, അവന് കാശ് കിട്ടണമെന്നേ ഉള്ളൂ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുത്ത ഗുണ്ടകൾ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചൊതുക്കി നിലംപരിശാക്കിയത്. അങ്ങനെ ബംഗാളിൽ വംശനാശം സംഭവിച്ചു. ഇന്ന് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്നു പറയുമ്പോൾ അവിടെ ഒരു പ്രതിപക്ഷമില്ലേ? ആ പ്രതിപക്ഷം ആരാണ്? BJP അല്ലേ അവിടുത്തെ പ്രതിപക്ഷം. ഈ ബംഗാളിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പിലും എല്ലാ സ്ഥലങ്ങളിലും 2ാം സ്ഥാനത്ത് വന്നത് BJP ആണ്, അല്ലാതെ CPM-ഓ കോൺഗ്രസ്സോ അല്ല. അപ്പോൾ ബംഗാൾ ധ്രുവീകരിച്ചു കഴിഞ്ഞു. ഒരിടത്ത് തൃണമൂൽ കോൺഗ്രസ്, വേറെ ഒരിടത്ത് BJP. അതാണ് 2011 തൊട്ട് ബംഗാളിൽ സംഭവിച്ചത്. കൃത്യം 8 വർഷം കഴിഞ്ഞു. 2018 ത്രിപുരയിൽ തകർന്നു വന്നു. നൃപൻ ചക്രവർത്തി, അതുപോലെ തന്നെ മണിക് സർക്കാർ, നല്ല നേതാക്കന്മാരൊക്കെയാണ്. അതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, നല്ല നേതാക്കന്മാരൊക്കെ തന്നെയാണ്. ത്രിപുരയിൽ പരിപൂർണമായി പാർട്ടി ഇല്ലാതായി, രണ്ടിടത്തും. അപ്പോൾ ബംഗാളിൽ 2011 തകർന്നു. ഷാർപ്പ് 8 വർഷം കഴിഞ്ഞപ്പോൾ ത്രിപുരയിൽ തകർന്നു. ഇപ്പോൾ 2025 ആകുമ്പോൾ 2018 കഴിഞ്ഞപ്പോൾ എത്ര വർഷമായി? കറക്റ്റ് 8 വർഷം. 26 വരുമ്പോൾ, അപ്പോൾ ഈ 26 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 8ാമത്തെ വർഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കുമോ? ഈ ഏക പച്ചത്തുരുത്ത് ഇവിടെ നിൽക്കുമോ എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ തകർന്നു പോയാൽ, അധികാരത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തായാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ച് അധികാരം പിടിക്കുക അത്ര എളുപ്പമല്ല, പല കാരണങ്ങളും. ബംഗാളിൽ ഇനിയും രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ, ത്രിപുരയിലും രക്ഷപ്പെടാൻ. കേരളത്തിൽ വരാൻ പോകുന്നൊരു പ്രശ്നം വെച്ചല്ലേ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാലഘട്ടത്തിൽ അധ്വാനവർഗ്ഗമായിരുന്നു. എനിക്ക് അങ്ങേക്ക് ഓർമ്മ, എൻ്റെയൊക്കെ ചെറുപ്പ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇലക്ഷൻ്റെ തലേദിവസം, സമാപനത്തിന് മുമ്പുള്ളൊരു ദിവസം ഇവരുടെ ഒരു പ്രകടനമുണ്ട്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകടനമാണ് ഏറ്റവും വലിയ പ്രകടനം. അതെ. പക്ഷേ ജയിക്കുന്ന ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും. പാർട്ടിക്കാരെല്ലാം റോഡിൽ വരും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, വളരെ അടുക്കും ചിട്ടയോടും കൂടി, വളരെ അടുക്കും ചിട്ടയോടും ഭിത്തിയിലൊക്കെ വെള്ളയടിച്ച് കുമ്മായം അടിച്ചിട്ട് ചുമന്ന റെഡ് ഓക്സൈഡ് കൊണ്ട് ഈ അരിവാൾ ചുറ്റിയൊക്കെ വരച്ച് അതൊക്കെ നിസ്വാർത്ഥമായിട്ട് ചെയ്യുകയാണ്. ആളുകൾ ഇറങ്ങി വന്നങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതെല്ലാം ഇവൻറ്റ് മാനേജ്മെൻറ്റാണ് നടത്തുന്നത്. അപ്പോൾ അടിസ്ഥാന വർഗ്ഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് കുറേയേറെ കാലമായി. ഇന്ന് അടിസ്ഥാന വർഗ്ഗമില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നിൽക്കുന്ന ഏതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി സ്രോതസ്, സാമ്പത്തികമായ ശക്തി സ്രോതസ് എന്ന് പറഞ്ഞാൽ NGO അസോസിയേഷനും പിന്നെ NGO യൂണിയനും ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷനുമാണ്. NGO യൂണിയനും ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷനാണ് ഇവരുടെ സർക്കാർ മേഖലയിലെ ഇവരുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. ഈ DA കൊടുക്കുന്നില്ല, ശമ്പള കമ്മീഷനെ വയ്ക്കുന്നില്ല, കുടിശ്ശിക കൊടുക്കുന്നില്ല. നമ്മുടെ സർക്കാർ കുടിശ്ശിക കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പണം വേണ്ട നേരെയിലെ NGO പറയും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ NGOമാരെല്ലാം അവർ അസംതൃപ്തരാണ്. ഗസറ്റ് ഓഫീസേഴ്സ് അതിനേക്കാൾ അസംതൃപ്തരാണ്. അവർ ഈ ഭരണമുള്ളത് കൊണ്ട് മാത്രം നിശബ്ദത പാലിച്ച് ഇങ്ങനെ ഇരിക്കുന്നു മാത്രം. SFI ആണെങ്കിൽ ക്വാളിറ്റേറ്റീവായിട്ട് വളരെ മോശമായി. SFI എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സുരേഷ് കുറുപ്പും ഒക്കെ SFIയുടെ നേതാവായിട്ടിരുന്ന ആളാണ്. G. സുധാകരൻ SFIയുടെ നേതാവായിരുന്നു. പിരപ്പങ്കോട് മുരളി SFIയുടെ നേതാവ്. അതിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സർഗധനന്മാരായ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വളർന്നു വന്നത് SFIയിലൂടെ വന്നു. പിന്നെ അവർ DYFIയിലേക്ക് വന്നു. DYFIയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ വന്ന വലിയൊരു നേതൃനിരയുണ്ടായിരുന്നു. ഇന്നത് പരിപൂർണമായിട്ട് പോയി. ഇന്ന് ആളുകളെ ഉപദ്രവിക്കാനും കലാലയങ്ങളിൽ പിന്നെ കഞ്ചാവ് വിൽക്കാനും അതുപോലെ തന്നെ അക്രമം ഉണ്ടാക്കാനും എതിരാളികളെ നിഷ്കരണം അടിച്ചമർത്താനും ഒക്കെ ആയിട്ട് SFIയുടെ ശ്രദ്ധ മാറിക്കഴിഞ്ഞപ്പോൾ SFIയുടെ ഒരു വിപ്ലവ പാർട്ടി എന്നുള്ള നിലയിൽ മാറിയിട്ട് ഒരു ചട്ടമ്പി പാർട്ടി എന്നുള്ള നിലയിൽ, ചട്ടമ്പി സംഘടന എന്നുള്ള നിലയിൽ SFI മാറി എന്നുള്ളതാണ് SFIക്ക് പറ്റിയൊരു മൂല്യച്യുതി. DYFIയെ സംബന്ധിച്ചിടത്തോളം DYFIയിലും ക്വാളിറ്റിയുള്ള നേതാക്കന്മാരില്ല. പണ്ടൊക്കെ ആയിരുന്നു DYFI നേതാക്കന്മാരെയൊക്കെ നമുക്ക് പേഴ്സണലി അങ്ങനെ അറിയാം, പത്രങ്ങളിലൊക്കെ നിൽക്കുകയാണ്. നമുക്കും അവരോട് ഇഷ്ടമായിരുന്നു. കാരണം സാമൂഹ്യമായ ഒരു മൂല്യച്യുതി സംഭവിക്കുമ്പോൾ കൃത്യം മുന്നറിയിപ്പുമായിട്ട് വരുന്ന ഒരു വിപ്ലവ സംഘടന എന്നുള്ള നിലയിൽ DYFIയൊക്കെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആ ഇഷ്ടത്തിൻ്റെ തുല്യ അളവിൽ നിന്ന് വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം യുവജന സംഘടനകൾ പോയി. പിന്നെ ഈ കേരള കർഷക സംഘത്തിൻ്റെ പത്തനംതിട്ട ജില്ലയുടെ ട്രഷററായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. 10-20 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുപോയത്. കർഷക സംഘമൊന്നുമില്ല, കർഷകരൊന്നുമില്ല, കർഷകർക്ക് തന്നെ വംശനാശം വന്നിരിക്കുകയാണ്. അപ്പോൾ കർഷക സംഘത്തിൻ്റെ അംഗസംഖ്യ ഇത്ര, പിന്നെ മഹിളാ സംഘം ഇത്ര എന്നൊക്കെ പറയുമെങ്കിലും ഇതെല്ലാം അംഗസംഖ്യ ഒന്ന് തന്നെയാണ്. ഒരിക്കലോ പറഞ്ഞു ഈ അംഗസംഖ്യ എല്ലാം കൂടെ കൂട്ടിയാൽ കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതലുണ്ട് പാർട്ടിയുടെ അംഗങ്ങളെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ബഹുജന സംഘടനകൾ തീർത്തും നിർജ്ജീവമായി. ഇത്തരം സംഘടനകൾ പിന്നെ SFIയും DYFIയും ഒക്കെ കാലാനുസൃതമായി മാറുന്നതിൽ പരാജയപ്പെട്ടു. പാർട്ടിയുടെ ശക്തി സ്രോതസ്സുകൾ ഒരിടത്തില്ലെങ്കിൽ മറ്റൊരിടത്ത് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ പിന്നെ ആശ വർക്കേഴ്സ് സമരം നടത്തുകയാണ്. ഇവർ 7,000 രൂപയും കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളാണ് ഈ ആശ വർക്കേഴ്സ്. അവർ രാവിലോട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യണം. അവർക്ക് ശമ്പളം സകല സമ്മേളനങ്ങളിലും പോയിരിക്കണം. അപ്പോൾ അവർ മുടി മുറിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ പട്ടിണി കിടക്കുന്ന സമയത്താണ്, അവർ ഈ സമരം ചെയ്യുന്ന സമയത്താണ് യാതൊരു ബോധവുമില്ലാതെ ഈ പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാർക്ക് ശമ്പളം കൂട്ടി കൊടുത്ത് എത്ര 4-5 ലക്ഷം രൂപയുടെ അടുത്ത് വരും അവരുടെ ആനുകൂല്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ. ശമ്പളമല്ല, വേറെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അത് മരണം വരെ അവർക്ക് പിന്നെ പെൻഷൻ കിട്ടും. 10-23 പേരാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളായുള്ളത്. UPSCയിലെ 5 താഴെ അംഗങ്ങളേ ഉള്ളൂ. UP ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണല്ലോ. UPയിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പോലും 5 അംഗങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ പാർട്ടിക്ക് ഉണ്ടായ ഒരു അപജയം. അവർക്ക് പബ്ലിക് സർവീസ് കമ്മീഷന് പണം കൊടുക്കാൻ അംഗങ്ങൾക്ക് വാരിക്കോരി കൊടുക്കാൻ പണമുണ്ട്. അടുത്തും പറ്റിയ കുറേ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് പലയിടത്തും വെച്ചിട്ടുണ്ടല്ലോ. ഓരോരുത്തരുടെ ശമ്പളം എത്രയാണ്? 5-6-7 ലക്ഷം രൂപയാണ് പ്രതിമാസം അലവൻസും ശമ്പളമൊക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പണം ധാരാളമായി ദുർവിനിയോഗം ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അവർക്ക് ന്യായമായ അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആശമാരുടെ കൂടല്ല, അവർക്ക് പ്രത്യാശ കൊടുക്കുന്നത് PSC മെമ്പർമാരാണ്, അല്ലെങ്കിൽ അടുത്തും പറ്റിയ കുറച്ച് ഉദ്യോഗസ്ഥന്മാരാണ്. ഇതൊരു വലിയ ചേഞ്ചാണ്. ഈ അസംതൃപ്തി മുഴുവൻ 2026 ആയി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം 1 വർഷം കഴിഞ്ഞേ തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളൂ. പക്ഷേ എങ്കിലും ഒരു കാലഗണന അനുസരിച്ച് ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഒരു പോക്കനുസരിച്ച് 8ാമത്തെ വർഷമെന്ന് പറയുന്നത് പാർട്ടിക്കൊരു ദുശകുനമാണ്, അപശകുനമാണെന്ന് എനിക്ക് തോന്നുന്നു. 2011 ബംഗാൾ പോയി, 2018 ത്രിപുര പോയി, ഇനി 2026 കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്നാലും ഒരു കാര്യം തീർച്ചയാണ്, വളരെ ശക്തമായ
ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അതെത്രമാത്രം വോട്ടിങ്ങിൽ പ്രതിഫലിക്കും, ഏതെല്ലാം സെക്ടറിലുള്ള ആളുകൾ എങ്ങനെയൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കരുത്ത് പകരുന്ന ഒരു കാര്യം, കോൺഗ്രസ് വളരെ ദുർബലമാണ്. കാരണം കോൺഗ്രസിനോട് ജനങ്ങൾക്ക് പിന്നെ പുച്ഛമാണ്. കാരണം അതിന് ക്വാളിറ്റിയുള്ള നേതാക്കന്മാരൊന്നും കോൺഗ്രസ്സിലില്ല. പിന്നെ ആൻറ്റി ഇൻകംബൻസി കൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ബി ജെ പിക്ക് ന്യൂനപക്ഷം വോട്ട് ചെയ്യുന്നില്ലെന്നല്ല, ബി ജെ പിക്ക് ഭൂരിപക്ഷം വോട്ട് ചെയ്യുന്നില്ലായിരുന്നല്ലോ. ഏതാണ്ട് 50%, 52%, 53% ഭൂരിപക്ഷം ഇല്ലേ? ബി ജെ പിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത്? ഭൂരിപക്ഷങ്ങളെ പോലും ബി ജെ പി വിശ്വസിക്കുന്നില്ലായിരുന്നു. ഇനി അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ ഇപ്പോൾ 20% വരെ വോട്ടിങ്ങിലേക്ക് പിന്നെ അവരുടെ പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് 27% ഈഴവ സമുദായമാണ്. ഈഴവ സമുദായത്തിനടുത്തുനിന്ന് ഈഴവ സമുദായ അംഗങ്ങളുടെ ഇടയിൽ നിന്നും വലിയ തോതിൽ ഒലിച്ചുപോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബി ജെ പിയിലേക്ക്. അതിൻ്റെ ഫ്ലോ നമുക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്. അതാണ് ഞാൻ പറഞ്ഞ ആലപ്പുഴ തന്നെ ഈഴവ സമുദായത്തിന് സ്വാധീനമുള്ള സ്ഥലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റിലോ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം. അവിടെ തന്നെ കണ്ടില്ലേ, ശോഭാ സുരേന്ദ്രൻ 3 ലക്ഷം വോട്ട് അവിടെ അവർക്ക് കിട്ടിയെന്ന് പറയുമ്പോഴേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ അധികാരം പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചു തന്നെയായിരിക്കും കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. മറിച്ചൊരു വിധി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇത് ഗൗരവപൂർവ്വം കാണാൻ എങ്ങനെ പാർട്ടി നേതൃത്വത്തിന് കഴിയും, ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നവുമല്ലത്, എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.